പോയിന്റ്സ് എ ആൻഡ് സി. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിലെ നമുക്ക് എയും സിയും പോയിന്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി പോയിന്റുകൾ തന്നിട്ടുള്ളത് ബിയും ഡിയും ആണ്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എയും സിയുടെയും പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. എക്സ് കോർഡിനേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒന്നല്ലെങ്കിൽ മേലേക്ക് അല്ലെങ്കിൽ താഴേക്കാണ് അവർ എന്ത് ഷിഫ്റ്റ് ചെയ്യുക, അവരുടേതായിട്ടുള്ള നമ്പേഴ്സ് ഷിഫ്റ്റ് ചെയ്യുക. ഇനി വൈ കോർഡിനേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒന്നില്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് അവിടേക്കായിരിക്കും അവരുടെ നമ്പേഴ്സ് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, എൻ്റെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. ആദ്യം ഇവിടെ നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ആവാൻ നേരത്ത് ഒന്നിലേക്ക് അവർ മേലേക്ക് അല്ലെങ്കിൽ താഴേക്ക് അല്ലേ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, 4 ആയിരിക്കും. ഇനി വൈ കോർഡിനേറ്റ് ആവട്ടെ, അവരെങ്ങനെയാണോ കൊണ്ടുപോവുക, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലേ. അപ്പൊ അവരെന്തായിരിക്കും അവിടെ ഈ ഒരു 3 ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ പോയിന്റുകൾ 4ഉം 3ഉം ആണ്. ഇനി ഇതേ സംഭവം നമുക്ക് എ പോയിന്റിൽ നോക്കാം. ഇവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ മേലോട്ട് അല്ലെങ്കിൽ താഴോട്ട് അല്ലേ. അപ്പൊ ഇവിടുത്തെ ആരെ പോവുക, 2 ആയിരിക്കും ഇവിടെ എത്തുണ്ടാവുക. അതേപോലെ തന്നെ ഇവിടെ ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് അല്ലേ. അപ്പൊ അവിടെയുള്ള 5 എന്തായിരിക്കും, ഇവിടെ വന്നു. അപ്പൊ ഇവിടെ 2,5, അവിടെ 4,3. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെയുള്ള ഈ ഒരു എയും ബിയും കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അതേപോലെ ആദ്യം കൊടുത്തു. അപ്പോൾ നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. വൈ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. ഇത് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് നമുക്ക് ആദ്യം എന്ത് കിട്ടി, 7 ആണെന്ന് കിട്ടി. ആൻഡ് വൈ കോർഡിനേറ്റ് എന്താണ് നമുക്കറിയാം, ഈ 7 പോയി ഇങ്ങോട്ട് വന്നു ആൻഡ് ഈ 5 പോയിട്ട് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും, നമുക്ക് 5 ആയിരിക്കും. ഇനി നമുക്ക് ബി കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആദ്യം തന്നെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം എക്സ് കോർഡിനേറ്റിനെ മേലേക്ക് കൊടുക്കുന്നു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും, കോമ. വൈ കോർഡിനേറ്റ് എന്താണ്, ഇവിടെയുള്ള ഈ ഒരു 8നെ ആയിരിക്കും നമ്മൾ ഇങ്ങോട്ട് കൊടുക്കണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 8 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ.